എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ ബന്ധങ്ങളുടെ കാര്യങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, അത് സുഹൃത്ത് ബന്ധമായാലും രക്തബന്ധത്തിലുള്ളതായാലും നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? അതിൽ നിന്നൊക്കെ കരകയറാൻ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. ഇന്ന് ഇൻസ്റ്റയിൽ എൻ്റെ ഒരു മോൻ വിളിച്ചിട്ട് ഒരു സൗഹൃദം നഷ്ടപ്പെട്ടതിൻ്റെ വേദന പങ്കുവയ്ക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനൊരു പ്രഭാഷണത്തിലൂടെ കേട്ട ഒരു ചെറിയ കാര്യം, പക്ഷേ അതിന് വലിയ അർത്ഥമുണ്ട്, അതൊന്ന് കേട്ട് നോക്കുക. അതായത് ഫലവർഗ്ഗങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് പേർക്ക് മാങ്ങ ഇഷ്ടമായിരിക്കും, കുറച്ച് പേർക്ക് ആപ്പിളായിരിക്കും ഇഷ്ടം, കുറച്ച് പേർക്ക് പേരയ്ക്കയായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായിരിക്കും എല്ലാവരുടെയും ഇഷ്ടങ്ങൾ. ഇനി മാങ്ങയെ ഇഷ്ടപ്പെടാത്ത കുറച്ച് പേരുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ മാങ്ങയുടെ ഗുണനിലവാരത്തിൽ യാതൊരു കുറവും വരുന്നില്ല, രുചിക്ക് യാതൊരു കുറവും വരുന്നില്ല, അതിൻ്റെ വിലയ്ക്ക് യാതൊരു കുറവും വരുന്നില്ല, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് വർഗത്തിലാണോ ഉൾപ്പെട്ടിരിക്കുന്നത്, ഏത് ഗ്രൂപ്പിലാണോ ഉൾപ്പെട്ടിരിക്കുന്നത്, അപ്പോൾ അതിനകത്ത് നമ്മൾ സന്തോഷം കണ്ടെത്തണം. മറ്റൊരാൾ വിചാരിച്ചാൽ നമ്മളുടെ നിലവാരം കുറയ്ക്കാനോ നമ്മളുടെ ഗുണങ്ങൾ കുറയ്ക്കാനോ നമ്മളുടെ പ്രവർത്തനക്ഷമതയെ ഒന്നും അത് ബാധിക്കത്തില്ല, അല്ലേ? മാങ്ങാൻ്റെ ജോലികൾ നോക്കി അത് മുമ്പോട്ട് പോകുന്നു. അതുപോലെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാം. ഇനി ഓറഞ്ച് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, കുറച്ച് പേർക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ച് ഓറഞ്ചിൻ്റെ ഗുണമോ നിലവാരമോ ഒന്നും തന്നെ മോശപ്പെടുന്നില്ല, കുറഞ്ഞു പോകുന്നതുമില്ല. അത് മാത്രം ഓർത്താൽ മതി, അല്ലേ? നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റില്ല, എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടാനും പറ്റില്ല. ഈ ഒരു തത്വം എന്ന് മനസ്സിലാക്കുന്നുവോ, അവിടെ നിങ്ങൾക്ക് വിഷമങ്ങൾ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ കുട്ടികൾക്ക് തൊട്ട് കൊച്ചു കുട്ടികൾ സ്കൂളിലെ പിണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ പറയില്ലേ, ഇത് വലിയ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ എത്ര മുതിർന്നാലും ചില ബന്ധുക്കൾ നമുക്ക് അകന്നു പോകുമ്പോൾ, സുഹൃത്ത് ബന്ധങ്ങൾ അകന്നു പോകുമ്പോഴൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഫലവർഗത്തിൻ്റെ വെച്ചിട്ടൊരു കഥ ലഘുവായിട്ട് ഞാൻ കേട്ടപ്പോൾ അത് എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മഹനീയമായ വ്യക്തികളാണ്, നല്ല ഗുണങ്ങൾക്ക് ഉടമയുള്ളവരാണ്. കുറച്ച് പേര് നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങളുടേതായിട്ടുള്ള സ്ഥാനം നിങ്ങൾക്ക് എന്നും ഈ ഭൂമിയിൽ ഉണ്ടാകും. ഹാപ്പി ആയിട്ടിരിക്കുക. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വേദനപ്പെടേണ്ട കാര്യമില്ല. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. ഇത് നിങ്ങളുടെ മറ്റ് കുടുംബത്തിലുള്ള മക്കൾക്കും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. എങ്കിലേ അവർക്ക് ഭാവിയിൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്കെല്ലാം ഓരോ ഫലങ്ങളായി, നിറകുടങ്ങളായി സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.